കേരളം വികസന സൂചികകളിൽ ഒന്നാമതാണെന്ന് അഭിമാനിക്കുമ്പോഴും സമീപത്ത് തന്നെ അങ്ങേയറ്റം ദയനീയാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരുണ്ട് എന്ന സത്യം ഞെട്ടിപ്പിക്കുന്നതാണ്. കാസർഗോഡ് മഞ്ചേശ്വരം പാവൂർ കേറുകട്ടയിലെ വനപ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളോ മേൽക്കൂരയോ ഇല്ലാതെ കഴിഞ്ഞ 10 വർഷമായി നരകയാതന അനുഭവിക്കുന്ന ജിമ്മി കൊനേരിയും കുടുംബവും ഭരണകൂടത്തിന്റെ അനാസ്ഥയുടെ നേർസാക്ഷ്യമാവുകയാണ്. റിപ്പോർട്ട് കാണാം. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. പാവൂർ ഗേറുകട്ടയിലെ കാടിനുള്ളിൽ ജിമ്മി കൊനേരി, ഭാര്യ ലീലാവതി, 6 വയസ്സുകാരനായ മകൻ ജിതേഷ് എന്നിവർ കഴിയുന്നത് കേവലം ഒരു കൂരയിലല്ല, മറിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ്. മഴക്കാലമായാൽ മകനെയും കൊണ്ട് അയൽ വീടുകളിൽ അഭയം തേടേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. വാതിലോ ജനലോ ഇല്ലാത്ത ഈ കുടിലിൽ വന്യമൃഗങ്ങളുടെ ഭീഷണി ഭയന്നാണ് ഇവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തതിന് പ്രധാന തടസ്സം തിരിച്ചറിയൽ രേഖകളുടെ അഭാവമാണ്. പലതവണ പഞ്ചായത്ത് അംഗങ്ങളെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ജിമ്മി പറയുന്നു. ആധാർ അടക്കമുള്ള രേഖകളില്ലാത്തതിനാൽ സൗജന്യ റേഷൻ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. കാട്ടിലെ വള്ളികൾ കൊണ്ട് കൊട്ടമെടഞ്ഞു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ ഏക ആശ്രയം. ഇവിടെ എത്തുന്ന പലരും ഫോട്ടോ എടുത്തു മടങ്ങാറുണ്ടെങ്കിലും ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ഇതൊരു ദയനീയമായ അവസ്ഥ തന്നെയാണ്. ഒരു കുഞ്ഞിന്റെ ഭാവിയെപ്പോലും ബാധിക്കുന്ന ഈ സാഹചര്യത്തിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ആ കുടുംബത്തിനാവശ്യമായ രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കാനും അവർക്ക് സുരക്ഷിതമായ ഒരു വീടും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാനും അധികൃതർ തയ്യാറാകുമോ? കാത്തിരുന്നു കാണാം. ഗേറുകട്ട ST കോളനിയിൽ ഇന്നലെ ഒരു ചെറുമുഞ്ഞ സംഭവങ്ങളുണ്ടായി. പക്ഷേ കാലങ്ങളായിട്ട് ST കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വിവിധം മാറ്റിവെച്ചുകൊണ്ടു ആ നാട്ടിലേക്ക് നല്ല രീതിയിലാണ് ചെലവഴിച്ചുകൊണ്ടുള്ളത്. കഴിഞ്ഞത്തെ ലാപ്സാവാതെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ ഗ്രാമസഭയിലും പറഞ്ഞ കാര്യങ്ങളാണ്. ST കുടുംബത്തിന് നല്ല രീതിയിലാണ് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണുള്ളത്. കാലങ്ങളായി അവർക്ക് ഒന്നും ഇല്ല, അടിത്താരം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ 10-30ഓളം വീട് എഗ്രിമെൻറ്റ് വെച്ച് കെട്ടാനുള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടുണ്ട്. സ്റ്റേജിലായിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബം ആധാർ കാർഡ് ഇല്ല. ഒരു നിരന്തരമായി ST കോർഡിനേറ്ററും അവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചിട്ടുണ്ട് ആധാർ കാർഡ് ആക്കാനും ഐഡൻറ്റി കാർഡ് ആക്കാനും. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഈ കുടുംബം പറയൽ എല്ലാ കാര്യത്തിലും വിളിച്ചാൽ. പിന്നെ വേറെ എന്തില്ല, പിന്നെ എല്ലാ കാര്യങ്ങളത്തോടെ അവരെ കൂടെ മെമ്പറും പഞ്ചായത്തും നിൽക്കലുണ്ട് എല്ലാ കാര്യത്തിലും. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.